രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം വന്നത് മുതൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞവരാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ഉമ തോമസ്, ബിന്ദു കൃഷ്ണ, യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സജ്ജന ബി സാജൻ, ഷമ മുഹമ്മദ് തുടങ്ങിയ നിരവധി നേതാക്കൾ. അതിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വനിതാ നേതാക്കൾ രാഹുലിന്റെ സൈബർ പടയാളികളുടെ കടുത്ത അധിക്ഷേപങ്ങൾക്കും ഇരയായി. വിഷയത്തിൽ പ്രതികരിച്ച AICC നേതാവ് ദീപാദാസ് മുൻഷി ഉൾപ്പെടെ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഉമ തോമസ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായാണ് എന്നുവരെ രാഹുലിന്റെ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു. എന്നാൽ എടുത്ത നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടു പോകാൻ കോൺഗ്രസിലെ വനിതകൾ തയ്യാറായിരുന്നില്ല. സമൂഹത്തിൽ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടേറെ വനിതകൾ രാഹുലിനെ മാറ്റി നിർത്തണമെന്നല്ല, പകരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെ തുടക്കം മുതൽ പ്രതികരിച്ചിരുന്നു. വനിതകളുടെ അന്തസ്സിന് കളങ്കം ചാർത്തുന്നതായിരുന്നു രാഹുൽ സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിയിൽ തുടർന്ന കാര്യം. സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കണം. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന നേതൃത്വം മനസ്സിലാക്കണം. രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന് ആർക്കാണ് ധൃതി? എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ നൽകി. ആരോപണങ്ങൾ വന്നതിനു പിന്നാലെ വീട് അടച്ചുപൂട്ടി ഒളിച്ചിരുന്ന രാഹുലിനെ ചില നേതാക്കൾ പാലക്കാട് വീണ്ടും സജീവമാക്കുകയും PR-യിലൂടെ ഇമേജ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും കോൺഗ്രസിന്റെ പ്രചാരണങ്ങളിൽ ഇറങ്ങിയപ്പോഴും രാഹുലിനെതിരെ വനിതാ നേതാക്കൾ ഉറച്ചു തന്നെ നിന്നു. അവരുടെ പ്രതിഷേധ സ്വരം പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും അവഗണിച്ചപ്പോഴും അവർ രാഹുൽ വേണ്ടെന്ന ഉറച്ച നിലപാടിൽ തന്നെ തുടർന്നു. ഇന്ന് പാർട്ടി രാഹുലിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കുമ്പോൾ ശക്തരാവുന്നത് കോൺഗ്രസിലെ വനിതകൾ കൂടിയാണ്. നല്ലത് കണ്ടാൽ നല്ലത് പറയുക തന്നെ വേണം. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യം ഇന്നലെയും ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഷാനിമോൾ പ്രതികരിച്ചു. കോൺഗ്രസ് ഒരിടത്തും കുറ്റാരോപിതരെ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടില്ലെന്ന് ബിന്ദു കൃഷ്ണയും, നട്ടലുണ്ടെങ്കിൽ രാഹുൽ പുറത്തു വന്ന് നിയമത്തിന് കീഴടങ്ങണമെന്ന് ഷമ മുഹമ്മദും പ്രതികരിച്ചു. മങ്കൂട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ നടന്നത് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റേണൽ ആക്രമണമായിരുന്നു. ക്ഷീണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും നിലപാട് മയപ്പെടുത്താതിരുന്ന സതീശൻ ഒടുവിൽ താരമായി. സൈബർ ആക്രമണം ഭയന്ന് നേതാക്കൾ മാളത്തിൽ ഒളിച്ചിട്ടും പതറാതെ നിന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനൊപ്പം ഇപ്പോൾ പാർട്ടിക്കും എത്തേണ്ടി വന്നു. രാഹുലിനെതിരെ പാർട്ടി സ്വീകരിച്ച 3 നടപടികളുടെയും കാരണക്കാരൻ സതീശനായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്നതാണ് അതിൽ ആദ്യത്തെ കാര്യം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നിവയായിരുന്നു മൂന്നാമത്തെ നടപടി. എന്നാൽ അന്നു മുതൽ രാഹുൽ, ഷാഫി സൈബർ കൂട്ടങ്ങൾ VD സതീശനെതിരെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ബാംഗ്ലൂർ ആസ്ഥാനമായ PR കമ്പനിയെ രംഗത്തിറക്കിയായിരുന്നു ന്യായീകരണം വേള അരങ്ങേറിയത്. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ലക്ഷ്യം വെച്ചായിരുന്നു ഏറ്റവും ആക്രമണങ്ങൾ. ആരോപണം ഉന്നയിച്ച നാട്ടുകാരിയായ യുവനടിയുടെ പിറന്നാൾ ദിവസം കേക്ക് മുറിക്കുന്നതിൽ പങ്കാളിയായ VD സതീശനെ കേക്കച്ചൻ എന്ന ഇരട്ടപ്പേരിൽ വരെ ആക്രമിക്കാൻ തുടങ്ങി. അതുവരെ പ്രതിപക്ഷ നേതാവിനൊപ്പം വലങ്കൈയായി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ MP അന്നു മുതൽ സതീശനെതിരായി തിരിഞ്ഞു. ഏത് ഘട്ടത്തിലും രാഹുലിനെ കൈയൊഴിയാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഷാഫി അന്ന് നൽകിയത്. K. സുധാകരൻ പോലും മലക്കം പറഞ്ഞു. സുധാകരൻ പ്രസിഡന്റായിരുന്ന കാലത്ത് രാഹുലിനെതിരെ 40ഓളം പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുലിനെതിരെ രണ്ടാമത് പരാതി കൂടി ഉയർന്നപ്പോഴാണ് മറ്റ് നേതാക്കൾ അയാൾക്കെതിരെ പ്രതികരിക്കാൻ രംഗത്തിറങ്ങിയത്. രാഹുലിന്റെ സൈബർ കൂട്ടങ്ങൾ ഒതുങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് VM സുധീരൻ പോലും നിലപാട് പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്.